സമയങ്ങളിലൊക്കെ ഈ ദേശത്തിലെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും കോലഞ്ചേരി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ നിന്നുള്ള സ്നേഹവും വന്ദനവും ഞങ്ങൾ അറിയിക്കുന്നു. കോലഞ്ചേരി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ നിന്നും ഈ ദേശത്ത് സുവിശേഷം, ദൈവിക സുവിശേഷം സന്ദേശം അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അല്പസമയം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കേണ്ടതിനായി ഞങ്ങളുടെ സഹോദരൻ ബേബി ആന്റണി അവരെ ക്ഷണിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു. നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിരിക്കുക. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിലെ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. കർത്താവായ യേശുക്രിസ്തു ഏക മധ്യസ്ഥൻ. അവിടുന്ന് ലോകരക്ഷകൻ, അവിടുന്ന് സൗഖ്യദായകൻ, സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുക്രിസ്തു. ഇനി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ദുഃഖത്തിലും നിരാശയിലും വേദനയിലും പോകേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിലൂടെ സമ്പൂർണ്ണ സമാധാനം നിത്യരക്ഷയും നൽകുന്നു. യേശുക്രിസ്തുവിന്റെ ക്രിസ്തീയ സന്ദേശം കേൾക്കുവാൻ ഈ ദേശത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നു. കോലഞ്ചേരി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സുവിശേഷ മഹായോഗം അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് കൃപ നൽകട്ടെ. പ്രിയ ജാഗേഷ് പാസ്റ്റർ ദൈവവചനത്തിൽ നിന്നും നമ്മോട് സംസാരിക്കുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഈ 2025 വർഷം മാർച്ച് മാസം 23-ാം തീയതി ഉച്ചകഴിഞ്ഞ സമയത്ത് യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം വീണ്ടും ഈ ദേശത്ത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇവിടെ അറിയിപ്പാൻ സർവശക്തനായ ദൈവം പിതാവാദിയും ഞങ്ങളോട് കാണിക്കുന്ന കരുണയോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ ദേശ നിവാസികൾക്കായി ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആയുസ്സും ആരോഗ്യം നമുക്ക് നൽകിയല്ലോ. അസമാധാനം നിറഞ്ഞ ഈ ലോകത്തില്, രോഗാവസ്ഥകൾ വർദ്ധിച്ചു വരുന്ന ഈ ലോകത്തില് യേശു പറഞ്ഞു, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും. അത് യേശു ക്രിസ്തു പറയുക മാത്രമല്ല, ഏകദേശം 2024 വർഷമായിട്ട് യേശു അത് അനേക ജീവിതങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അനേക കുടുംബങ്ങൾക്ക്, അനേക ദേശങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് യേശു തന്റെ സമാധാനം നൽകി ജീവിതങ്ങളെ പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ, കുടുംബങ്ങളെ പ്രത്യാശയുള്ളതായി ജീവിപ്പാൻ, രാജ്യങ്ങൾക്ക് പ്രത്യാശയോടെ ജീവിപ്പാൻ യേശുവിനെ സഹായിക്കുന്നവർക്ക് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്ന് ഈ സന്ധ്യാസമയം യേശുവിനെ കീർത്തിക്കുന്ന പാട്ടുകൾ പാടുവാനും യേശുവിന്റെ സത്യസുവിശേഷം അറിയിപ്പാൻ സർവശക്തനായ ദൈവം ഞങ്ങളോട് കാണിച്ച കരുണയോർത്ത്, ദയോർത്ത്, വിശ്വസ്തയോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഞങ്ങൾ ഒരു കാലഘട്ടത്തില് ഈ സത്യം അറിയാതെ ജീവിച്ചവരാകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സത്യം അറിഞ്ഞപ്പോൾ യേശു താൻ തന്നെ പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആ വാഗ്ദത്ത വചന പ്രകാരം തന്നെ യേശു ക്രിസ്തുവിന്റെ സത്യം അറിയുവാനും സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ, ആത്മീയമായ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കുന്നവർക്ക് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാകുന്നു ഞങ്ങൾ പലയിടങ്ങളിലും സാവകാശം ലഭിക്കുന്ന സമയങ്ങളൊക്കെ യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷം പോയി അറിയിക്കുന്നത്. ഞങ്ങളെ കർത്തദാസന്മാര്, ദൈവമക്കള്, കുഞ്ഞുങ്ങള്, സഹോദരി സഹോദരന്മാർ, യൗവനക്കാരൊക്കെ ഞങ്ങളൊപ്പമുണ്ട്. കാരണം ഞങ്ങൾക്ക് ലോകത്തിന്റെ, ദേശത്തിന്റെ അവസ്ഥകൾ അറിയാം. അതിനുവേണ്ടിയാണ് ഈ സുവിശേഷം അറിയിക്കുന്നത്. യേശുക്രിസ്തു സത്യസുവിശേഷം ഈ ദേശനിവാസികൾ മുമ്പ് കേട്ടിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു. അതിന് ധാരാളം മുഖാന്തരമുണ്ട്. കൺവെൻഷൻ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, പല പല മുഖാന്തരങ്ങളുണ്ട്. നിങ്ങൾ വീട്ടിൽ വന്ന് അത് ഞങ്ങളിപ്പോൾ തന്ന ലഘുലേഖ പോലെ ഇതിനു മുമ്പ് പലരും വന്ന് ലഘുലേഖ തന്നിട്ടുണ്ട്. കൊച്ചു ഇങ്ങനെയുള്ള കൗലപ്രസംഗം നടത്തുന്ന മുഖാന്തരമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് സന്ധ്യാസമയം ഞങ്ങൾക്ക് ഓർപ്പിക്കാനുള്ളത്, ഈ മാർച്ച് മാസം 23-ാം തീയതി സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് ഓർപ്പിക്കാനുള്ള ഇനി ആയുസ് എത്രത്തോളം ഉണ്ടാകുന്നു ആർക്കും പറയാൻ സാധിക്കില്ല, ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. എപ്പോൾ മരണം വരുമെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. എന്നാൽ മരണമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു ലോകത്തിലേക്കാണ് യേശു നമുക്ക് അത് സാവകാശം നൽകുന്നത്. അതിനുവേണ്ടി തന്നെയാകുന്നു യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് താഴ്ച ധരിച്ചവനായി കഷ്ടം അനുഭവിച്ച് നമുക്ക് വേണ്ടി 33 വർഷം ഈ ലോകത്തിൽ താൻ കഷ്ടങ്ങൾ അനുഭവിച്ച് മരിച്ചു, കാൽവരി ക്രൂശിൽ മരിച്ചു. അത് വചനപ്രകാരം തന്നെയാകുന്നു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവനോടെ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന് വലത്തുഭാഗത്തിരുന്നുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി, തന്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഇന്ന് പകൽ ഇവിടെ ഞങ്ങൾ ഘോഷിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പഠിപ്പിക്കുന്നത് സർവശക്തനായ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ അതേ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി, ശാപത്തിന് വേണ്ടി, രോഗത്തിന് വേണ്ടി നൽകിയെങ്കിൽ അവനോട് കൂടെ സകലം നൽകാതിരിക്കുമോ? അതേ പിതാവാ ദൈവം ചെയ്ത കാര്യം സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ ആദരിക്കാതെ അതേ ഈ താഴെ ലോകത്തിൽ അയച്ച് മനുഷ്യനായ നമ്മുടെ പാപവും ശാപത്തിനു വേണ്ടി നീക്കിക്കളയുവാൻ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ ഏൽപ്പിച്ചു. മറുവശത്ത് പുത്രനായ യേശു ക്രിസ്തു, ബൈബിൾ പഠിപ്പിക്കുന്ന പുത്രനായ യേശു ക്രിസ്തു തന്നെത്താൻ സമർപ്പിച്ചു, തന്നെത്താൻ ഏൽപ്പിച്ചു എന്നാണ് ബൈബിൾ നമുക്ക് തരുന്ന അതേ വ്യാഖ്യാനം അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്. യേശു തന്നെത്താൻ സമർപ്പിച്ചു. സ്വയം മനസ്സാലെ മനുഷ്യനെ രക്ഷയ്ക്ക് വേണ്ടി, അതേ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. ആ വേദന സഹിച്ചു. പാപം ഇല്ലാത്തവനായി, പാപം അറിയാത്തവനായി, പാപം ചെയ്യാത്തവനായി യേശു ചെയ്തത് അതേ മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന പാപം നിമിത്തം ആദാമും ഹവ്വയും അവർക്ക് സംഭവിച്ച അനുസരണക്കേട്, അതാണ് പാപം. പ്രൈസ് ദി ലോർഡ്. ആ പാപത്തെ തുടർന്നാണ് മറ്റുള്ള എല്ലാ പാപങ്ങളും നമുക്ക് ഈ ലോകത്തിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത്. അത് കൊലപാതകം ആയിക്കോട്ടെ, അത് ആത്മഹത്യ ആയിക്കോട്ടെ, മറ്റുള്ള എന്ത് പേര് പറയുന്ന എന്ത് പാപം ചെറുതും വലുതും ആയിക്കോട്ടെ, അതെല്ലാം വന്നത് ആ നിസ്സാരമായ അനുസരണക്കേടായിരുന്നു. പക്ഷെ അനുസരണക്കേട് ആണെങ്കിലും ദൈവസന്നിധിയിൽ അത് പാപമാകുന്നു. കാരണം ദൈവം പറഞ്ഞ കാര്യം ചെയ്യാത്തതുകൊണ്ട് അത് പാപമാണ് അതിന് പറയുന്നത്. അതിന് വ്യാഖ്യാനങ്ങളില്ല, അല്ലെങ്കിൽ മറുവശങ്ങളോ ന്യായങ്ങളില്ല. അത് ദൈവം പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അത് നമുക്കത് പാപമാകുന്നു. അതുകൊണ്ട് ഞങ്ങളും ഒരു കാലഘട്ടത്തിൽ അത് ദൈവിക പ്രമാണം അറിയാത്തവരായി ജീവിച്ചു. ഹല്ലേലൂയ. ഞങ്ങളോട് ഈ സത്യം അറിയിച്ചപ്പോൾ അത് സ്വീകരിപ്പാൻ ഞങ്ങൾ മനസ്സ് ഉണ്ടായത് അത് ദൈവത്തിന് കരുണയാലാകുന്നു, നിർബന്ധത്താലല്ല. യേശു ആരെയും നിർബന്ധിച്ചില്ല. യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന സ്വയം മനസ്സാലെ അത് മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കൽപ്പനകളിൽ ഒന്നാണ് മാനസാന്തരപ്പെടണം. ഒരു ആത്മീയ ശിശു ജനിക്കണം. സ്തോത്രം. രണ്ടാമത്തെ കാര്യമാണ് കൽപ്പനയാണ് സ്നാനപ്പെടണം. യേശു മാതൃക കാണിച്ചു തന്നു. വെള്ളത്തിൽ യോർദാനിൽ താൻ ഇറങ്ങി അതേ മുങ്ങി, അതേ യോഹന്നാൻ സ്നാപകനാൽ താൻ സ്നാനം ഏറ്റു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അത് മാതൃക കാണിച്ചു തന്നു. മൂന്നാമത്തെ കാര്യം യേശു ആത്മാവിന്റെ നിറവ് പ്രാപിച്ച് അത് സ്വർഗം തുറന്ന് സ്തോത്രം അത് പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ച് ആത്മനിയോഗത്താൽ പിന്നെയുള്ള തന്നെ ശുശ്രൂഷകൾ ചെയ്തു എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാനസാന്തരപ്പെടുന്ന സ്നാനപ്പെടുന്ന ഏത് വ്യക്തിക്കും തന്റെ പരിശുദ്ധാത്മാവിനെ നൽകും എന്ന ദൈവിക വാഗ്ദത്തം പിതാവായ ദൈവത്തിന്റെ സർവ്വശക്തനായ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം തന്നെ അത് ഇന്നും നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് രാജ്യമായിക്കോട്ടെ, ഏത് മനുഷ്യനായിക്കോട്ടെ, ഏത് കുലമായിക്കോട്ടെ, ഏത് വിശ്വാസം ഉള്ളവരായിക്കോട്ടെ, ഈ സത്യവിശ്വാസത്തിലേക്ക് കൂട്ടിവരുത്താൻ വേണ്ടിയാണ് യേശു താൻ കഷ്ടം സഹിച്ചത്. ആ സത്യം അറിഞ്ഞപ്പോൾ ഞങ്ങളും അത് മറ്റുള്ളവരോട് ഈ സത്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പാപം നിമിത്തം അതേ എന്ത് ചെയ്യുന്നു മനുഷ്യൻ? അത് ആദ്യ പിതാവും മാതാവായ ആദാം ഹവ്വ അവരുടെ മക്കളായ കൈനും ഹാബേലും അതേ അവർ ചെയ്ത പാപം അനുസരണക്കേടായിരുന്നുവെങ്കിൽ അതിന്റെ തുടർ അതേ ശക്തികൾ വ്യാപിച്ചത് അത് കൊലപാതകത്തിലാകുന്നു. ആദ്യ മക്കളായ ഹാബേലും അതേ കൈനും ജ്യേഷ്ഠനായ കെയിൻ തന്റെ അഞ്ചനായ അതേ ഹാബിനെ കൊന്നു. അതായിരുന്നു രണ്ടാമത്തെ പാപം. അത് നിമിത്തമായിട്ട് പാപങ്ങൾ വർദ്ധിച്ചു വരുന്നു. എന്നാൽ ആ പാപത്തിന്റെ ഒരു ഫലമാണ് ഇന്ന് ഈ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. മദ്യപാനം വർദ്ധിച്ചു വരുന്നു. സ്തോത്രം. അതുപോലെ അതേ മറ്റുള്ള ലഹരി വസ്തുക്കളിൽ അത് ആശ്രയം തേടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും യൗവനക്കാരൊക്കെ വർദ്ധിച്ച അളവിലാണ് അതൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്നും ഏത് 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 പത്രം വായിച്ചാലും ഏത് അവസ്ഥ കണ്ടാലും അതെല്ലാം വർദ്ധിച്ചു വന്ന അവസ്ഥയിൽ യേശു പറയാനുള്ളത് അതേ ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരും, ഞാൻ നിങ്ങളെ ഈ പാപത്തിന് വിടുവിക്കും. ആ പാപത്തിന് വേണ്ടി യേശു കൊടുത്തത് തന്റെ സ്വന്തം രക്തമായിരുന്നു, തന്റെ സ്വന്തം ജീവനായിരുന്നു. മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് സർവ്വശക്തനായ ദൈവം അത് ചെയ്തത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിലേക്ക് നമ്മളെ മടക്കി അതേ ചേരുമാറാക്കാൻ വേണ്ടി അതേ സർവ്വശക്തനായ ദൈവം പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തു ചെയ്ത കാര്യമാണ്. മൂന്നാം ഹല്ലേലൂയ. ആ പിതാവിന്റെയും പുത്രന്റെയും അതേ അവരിലുള്ള ആത്മാവ് പരിശുദ്ധ ആത്മാവിനെ ആണ് നമ്മൾ ഉള്ളിൽ പകർന്നത്. ആ പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമുക്ക് അതേ സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല. ബൈബിൾ പറയുന്ന റോമലേഖനം വായിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിക്കണമെങ്കിൽ അതേ പാപ വഴികൾ വെടിഞ്ഞ് ഹല്ലേലൂയ പാപത്തിന്റെ ആസക്തി വിടുതൽ പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അത് എന്നാലേ നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ അതേ നാം മരിച്ചോ അത് ജീവനോടായിരുന്നാലും യേശു ക്രിസ്തു വരുമ്പോൾ താൻ നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത സ്വർഗീയ
സ്വർഗീയ ആ ഭവനത്തേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുവാൻ സാധിക്കുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുന്നു. ഞാൻ ഭവനം ഒരുക്കി കഴിഞ്ഞാൽ വേഗത്തിൽ വന്ന് നിങ്ങളെ ചേർത്തോളും. ആ യേശു ക്രിസ്തു വാഗ്ദത്ത ഭവനത്തിന് വേണ്ടി നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ആരും നശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ഏത് തരത്തിലുള്ളവരായിരുന്നാലും. അത് എത്ര നിങ്ങൾ സുവിശേഷം കേട്ടിട്ടുണ്ടോ, ബൈബിൾ വായിക്കുന്നവരായിരിക്കും. പക്ഷെ എന്നാൽ ഈ ദിവസം അതേ സമയം കളയാതെ അത് യേശുവിനെ അറിഞ്ഞ്